രാജ്യത്തുടനീളം അയൺ ഡോം മിസൈൽ പ്രതിരോധ കവചം നിർമ്മിച്ച് ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലേറിയ ഡൊണാൾഡ് ട്രംപ്. അയൺ ഡോം മിസൈൽ ഡിഫൻസ് ഷീൽഡിന്റെ നിർമ്മാണം ആരംഭിക്കാൻ സൈന്യത്തോട് നിർദ്ദേശിക്കുമെന്നും അദ്ദേഹം നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ആദ്യ 100 ദിവസത്തെ പദ്ധതികളാണിപ്പോൾ പ്രഖ്യാപനങ്ങളായി പ്രധാനമായും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അമേരിക്കയെ സുരക്ഷിതമാക്കാനുള്ള ഈ നടപടി. ലോകശക്തികളിൽ പലരെയും ശത്രുക്കളാക്കി കൈക്കൊണ്ടിട്ടാണ് ബൈഡൻ അധികാര പദവി ട്രംപിന് കൈമാറിയത്. അതിനാൽ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ ഇത്തരമൊരു നടപടി അനിവാര്യമാണെന്ന് പറയാം. അതിൽ യാതൊരുവിധ സംശയവുമില്ല. അമേരിക്കയുടെ പിന്തുണയോടെയായിരുന്നു ഇസ്രയേലിൽ അയൺ ഡോം യാഥാർത്ഥ്യമാക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ഇസ്രയേലിലെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്നാണ് യഥാർത്ഥ അയൺ ഡോം കൂടുതലും വികസിപ്പിച്ചത്. കവചത്തിന് ഏകദേശം 70 കിലോമീറ്റർ ദൂരമാണുള്ളത്. ദീർഘദൂര ഭീഷണികൾക്കായി ഡേവിഡ് സിസ്റ്റം, ആരോ 3 തുടങ്ങിയ സംവിധാനങ്ങളും ഇസ്രയേൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അമേരിക്കയ്ക്കായി ഈ ആശയം എങ്ങനെ നടപ്പിലാക്കുമെന്ന് ട്രംപ് നിലവിൽ യാതൊരു വിശദീകരണവും നടത്തിയിട്ടില്ല. രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങളിലെ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് ഇസ്രയേൽ വികസിപ്പിച്ച അയൺ ഡോം അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പ്രായോഗികതയെ സംബന്ധിച്ച ചോദ്യങ്ങളും വിദഗ്ധർ ഉന്നയിച്ചിട്ടുണ്ട്. യഥാർത്ഥ അയൺ ഡോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹാസ്യരൂപ മിസൈലുകളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അമേരിക്കയ്ക്ക് പ്രധാന ഭീഷണി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അയൺ ഡോം കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന് പുറമെ തന്റെ ഭരണത്തിന്റെ ആദ്യ ആഴ്ചകളിൽ ട്രംപ് മറ്റ് നിരവധി വാഗ്ദാനങ്ങൾ കൂടി നൽകിയിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമുകൾ വർദ്ധിപ്പിക്കണം, ഗവൺമെന്റിന്റെ കാര്യക്ഷമതയിലുള്ള ഒരു പുതിയ വകുപ്പ് സൃഷ്ടിക്കുക, ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രേഖകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നിങ്ങനെ തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്ക് അവസാനമുണ്ടാകുമെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. പക്ഷേ ലോകത്തെ 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് അടുപ്പിച്ച നയമായിരുന്നു ബൈഡൻ ഭരണകൂടത്തിൻ്റെത്. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനായി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി ചർച്ചകളിൽ ഏർപ്പെടാനുള്ള തന്റെ ഉദ്ദേശം ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചതിന് പിന്നിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങളായിരുന്നുവെന്ന് സെർജി ലാവ്റോവ് വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണത്തിന് മുമ്പ് ട്രംപിന് റഷ്യൻ വിദേശകാര്യമന്ത്രി ആശംസകളും നൽകിയിരുന്നു. പ്രസിഡന്റ് അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്ത് വരികയുണ്ടായി. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപിന്റെ നല്ല ഉദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. റഷ്യയുമായുള്ള നേരിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റിന്റെയും അദ്ദേഹത്തിന്റെ ടീമിലെ അംഗങ്ങളെയും ആഗ്രഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. 3ാം ലോക മഹായുദ്ധം തടയാനുള്ള അമേരിക്കയുടെ പ്രവർത്തനങ്ങൾക്ക് റഷ്യ ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യ ഒരിക്കലും അമേരിക്കയുമായി സംവാദത്തിന് ഇതുവരെ പോയിട്ടില്ല. മാത്രമല്ല അമേരിക്കയുടെ ഏത് ഭരണകൂടത്തെയും നേരിടാൻ എപ്പോഴും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പുടിൻ തുറന്നു പറഞ്ഞു. പുടിനുമായി ചർച്ചയിൽ ഏർപ്പെടാനുള്ള തന്റെ ഉദ്ദേശം ട്രംപ് ആവർത്തിച്ച് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പുടിനുമായി വളരെ വേഗത്തിൽ കൂടിക്കാഴ്ച നടത്താൻ പദ്ധതിയുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇരു നേതാക്കളും തമ്മിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഫോൺ സംഭാഷണം ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. വരാനിരിക്കുന്ന ഭരണകൂടവുമായി ആശയവിനിമയം നടത്താനുള്ള സന്നദ്ധത റഷ്യയും ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച എപ്പോൾ അല്ലെങ്കിൽ എവിടെ നടക്കുമെന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദാംശങ്ങളൊന്നും ഇതുവരെ അമേരിക്ക തന്നിട്ടില്ലെന്ന് ക്രെംലിൻ വ്യക്തമാക്കുന്നത്. മുൻ വ്യവസ്ഥകളൊന്നുമില്ലാതെ പുടിൻ അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവും തുറന്നു പറഞ്ഞിരുന്നു. നിലവിൽ വെടിനിർത്തലും സൈനികർ പെട്രോളിംഗ് നടത്തുന്ന 1300 കിലോമീറ്റർ സൈനികരഹിത മേഖലയെന്നതുമടക്കം യുക്രൈനായി ഒരു സമാധാന പദ്ധതി ട്രംപിന്റെ സംഘം ആലോചിക്കുന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ബൈഡൻ നടത്തിയത് കടന്നുകയറ്റമാണെങ്കിൽ ട്രംപിന്റെ നിലപാട് നേരെ തിരിച്ചാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. യുക്രൈന് തിരിച്ചടിയായി അമേരിക്കയുടെ വിദേശ വികസന സഹായങ്ങളെല്ലാം 90 ദിവസത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുകയുമുണ്ടായി. വിവിധ UN ഏജൻസികൾക്കുള്ള ധനസഹായം വെട്ടിക്കുറയ്ക്കാനും വിദേശ സഹായം ചുരുക്കാനും ട്രംപ് തന്റെ ആദ്യ ടൈമിൽ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ പ്രധാനമായും പ്രതിധ്വനിക്കുന്നത്. സംഘർഷം രൂക്ഷമായപ്പോഴേക്കും അമേരിക്ക യുക്രൈൻ ഗണ്യമായി സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. 2022 മാത്രം യുക്രൈന് $112 ബില്യൺ സഹായം കോൺഗ്രസ് അംഗീകരിക്കുകയുണ്ടായി. 2024 ഏപ്രിൽ അമേരിക്കൻ പ്രതിനിധി സഭ യുക്രൈൻ, ഇസ്രയേൽ, തായ്വാൻ എന്നിവിടങ്ങളിൽ $95 ബില്യൺ സഹായ പാക്കേജുകൾ പാസാക്കിയിരുന്നു. 2025 ജനുവരിയിൽ യുക്രൈന് $500 മില്യൺ സൈനിക സഹായ പാക്കേജ് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ അമേരിക്കയെ വിശ്വസിച്ച് റഷ്യക്കെതിരെ ഇറങ്ങിത്തിരിച്ച യുക്രൈന് കിട്ടിയിരിക്കുന്നത് 8ന്റെ പണി തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി പ്രധാന പിന്തുണക്കാരിൽ നിന്ന് എന്ത് സഹായമാണ് ലഭിക്കുക, എന്താകും യുക്രൈന്റെ ഭാവി എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. വരും കാലങ്ങളിൽ ഇത് കണ്ടറിയാം.